നമസ്കാരം. നമസ്കാരം. ഞാൻ നാസർ പൊന്നാട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് രോഗത്തിനൊക്കെ അടിമ വീട്ടുതടങ്കലിലാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ല. പക്ഷേ മാത്യു കോയിൽനാടൻ മത്സരിക്കുമ്പോൾ ഒന്ന് ഇവിടെ വരെ വരാഞ്ഞാൽ കാരണം ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളും അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളും നേരിൽ കാണുന്നൊരു വ്യക്തിയാണ്. എനിക്കത് ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി ഇങ്ങനെ പിണറായി വിജയൻ, പ്രത്യേകിച്ചും പിണറായി വിജയൻ എൻ്റെ ഒരു ശത്രുവാണ് കേട്ടോ. അദ്ദേഹത്തെ വിമർശിക്കാൻ എനിക്ക് ഉറക്കം വരില്ല. കാരണം അതിന് മാത്രം വൃത്തികേടുകളാണ് വിമർശിച്ചത്. എങ്ങനെയൊക്കെ കളവ് പറയാം, എങ്ങനെയൊക്കെ ജനങ്ങളോട് ക്രൂരമായി പെരുമാറാം, അതിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ കണ്ണിലെ കരടാണ് ഇന്ന് ഇവിടെ എൻ്റെ മുമ്പിലുള്ള മാത്യു കോയിൽനാടന്. അപ്പോൾ നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഈസ്റ്റർ സമയമാണ്, തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യതയിലാണ്, അധികം സമയമൊന്നും കളയുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കിടക്കാം. പിന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക താല്പര്യം കൂടിയുണ്ട്. ഞങ്ങളുടെ ചാനലിൻ്റെ ചെയർമാൻ ഉമർ അലി സൈഫ് ഖാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശം കൂടിയുണ്ട്. കോയിൽനാടൻ്റെ അടുത്ത് തന്നെ പോയി കൂടണം. കാരണം പിണറായി വിജയൻ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സകല പണിയും എടുക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും അത് നടക്കില്ല, പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ ഇന്ന് പലരോടും ഇവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ടാണ് നോക്കേണ്ടത്. ശരിക്കും നിങ്ങളുടെ അസൂയ തോന്നി. എന്നെക്കാൾ ഒരു 11 വയസ്സ് കുറവാണ് കേട്ടോ. ഈ ചെറിയ പയ്യന്മാരോടൊക്കെ ചോദിക്കുമ്പോൾ, പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആർക്കാ വോട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ഞങ്ങൾ കോയിൽനാടനാണ്. 2021 മാർക്സിസ്റ്റ് പാർട്ടിയുടെ തേരോട്ടം നടക്കുമ്പോഴും കേരളത്തിൽ പല സ്ഥലത്തും UDFൻ്റെ പല മുൻ എം എൽ എമാരും സ്ഥാനാർത്ഥികളൊക്കെ പരാജയപ്പെട്ടപ്പോൾ CPIയുടെ LDFൻ്റെ ഒരു സീറ്റ് തിരിച്ചു പിടിച്ചിട്ടാണ് കോയിൽനാടൻ കേരള അസംബ്ലിയിലെത്തിയത്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ KC വേണുഗോപാൽ സാറിൻ്റെ പ്രസംഗത്തിലൊക്കെ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മന്ത്രിയെയും കൂടിയാണ് എൻ്റെ മുമ്പിൽ കാണുന്നത്. ഞാൻ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? ആദ്യം നല്ല വാക്കുകൾക്ക് നന്ദി. നിങ്ങളെ കാണിച്ച സ്നേഹത്തിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ആരോഗ്യം നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈസ്റ്ററിൻ്റെ നല്ല ആശംസകൾ. ഇവിടെ അങ്ങ് നൽകിയൊരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം കറക്റ്റാണ്. കാരണം ഞാൻ ആദ്യമായി നിയമസഭയിൽ ചെന്നതിന് ശേഷം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ പ്രതിപക്ഷ നിരയിലായിരുന്നു ഞങ്ങൾ. ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവും ദൗത്യവും നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി അത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട അഴിമതി നിയമസഭയിൽ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് ആ ഒരു സ്പിരിറ്റിലോ അല്ലെങ്കിൽ അതിനെ ഒരു പൊളിറ്റിക്കലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഈവൻ വ്യക്തിപരമായും നമ്മളെ തിരിച്ച് നിശബ്ദനാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കൂടുതൽ ശക്തമായി വീണ്ടും നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു. കാരണം അങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നമ്മൾ പിന്നോട്ട് പോകേണ്ടവരല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം, അപ്പോൾ അന്നേ അവർ പറഞ്ഞിരുന്നു ഇതിൻ്റെയൊക്കെ പ്രയാസം നിങ്ങൾ അനുഭവിക്കും, ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ഒരു രീതി സൂചിപ്പിച്ചിരുന്നു. നിയമസഭയിൽ തന്നെ പരസ്യമായി പറഞ്ഞാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ച് വരുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ എന്നുള്ള പോലെ. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം എൻ്റെ പ്രവർത്തനം തുറന്ന പുസ്തകം പോലെ ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. പിന്നെ ഒരു സൗകര്യം കിട്ടിയത് പിണറായി വിജയന് എന്നെ ശത്രുസ്ഥാനത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാരവും പദവിയും ഉള്ളപ്പോൾ എല്ലാം വെച്ച് എന്നെ വേട്ടയാടാൻ പരിശ്രമിച്ചു എന്നും ജനക്കറിയാം. അപ്പോൾ എന്നെ പരിശോധിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഒരു സ്കാൻ പൂർണ്ണമായിട്ടും എൻ്റെ ഒരു പൊളിറ്റിക്കലിയും സോഷ്യലിയും ഫിനാൻഷ്യലിയും ഒക്കെ എൻ്റെ ഒരു സ്കാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ ആഘോഷമാക്കുമായിരുന്നല്ലോ. അപ്പോൾ അതെന്നെ സംബന്ധിച്ചും ജനങ്ങളുടെ മുമ്പിൽ ഒരു ക്ലീൻ ചിറ്റ് കിട്ടുന്നതിന് തുല്യമായിരുന്നു. അപ്പോൾ അത് നന്നായി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ബട്ട് സ്റ്റിൽ നമുക്കറിയാം ഇവരേത് നിലയ്ക്കും പരാജയപ്പെടുത്താൻ വേണ്ടി വർഗീയതയെ കൂട്ടുപിടിച്ചും അല്ലെങ്കിൽ മറ്റ് ഗിവ് ആൻഡ് ടേക്സിനെ മറ്റ് അണ്ടർസ്റ്റാൻഡിങ്സിനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നുള്ള വിവരം നമുക്കുണ്ട്. പക്ഷെ അതിനേക്ക് അതിജീവിക്കാൻ കഴിയും. കാരണം മൂവാറ്റുപുഴയിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവർക്കറിയാം, അവർ മതേതര വിശ്വാസികളാണ് ബേസിക്കലി. അങ്ങനത്തെ ഡീലുകളൊന്നും മൂവാറ്റുപുഴയിൽ വില പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മൊത്തത്തിൽ ഡീല് കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഒരു ഭാഗത്ത് BJPയും LDFുമായിട്ട്, അതുപോലെ തന്നെ SDPയും BJPയുമായിട്ടും ഡീലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിജീവിച്ചിട്ട് മാത്യു കോയിൽനാടൻ തീർച്ചയായിട്ടും കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം അതിന് മാത്രം ഞാൻ സത്യത്തിൽ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇവിടുത്തെ ഗ്രൗണ്ട് സപ്പോർട്ടുകളൊക്കെ അന്വേഷിച്ചപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരുന്ന മുന്നണിയിലെ ഒരു മന്ത്രിയും കൂടിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ കാലത്ത് കുറച്ച് വികസന കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഭരണമായതുകൊണ്ട് അല്ലേ. അത് അവർ വല്ലാതെ അങ്ങനെ സോഷ്യൽ മീഡിയ ആദ്യം അവർ പരിശ്രമിച്ചത് എന്നെ
നിയമസഭയിൽ മൈക്ക് ഓഫ് ചെയ്തും പ്രസംഗം തടസ്സപ്പെടുത്തിയും ഒക്കെ നിശബ്ദനാക്കാൻ പറ്റുമെന്ന്. നിയമസഭയ്ക്ക് പുറത്തും നമ്മൾ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടർന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു വ്യക്തിപരമായി വേട്ടയാടി, പിന്നീട് കുടുംബപരമായി വേട്ടയാടി, പിന്നീട് ഞാൻ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് അഭിഭാഷക സ്ഥാപനങ്ങളെ വേട്ടയാടി, അല്ലെങ്കിൽ അതിലേക്ക് കേസും കൂട്ടങ്ങളും കാര്യങ്ങളും കൊണ്ടുവരിക, അന്വേഷണം കൊണ്ടുവരിക, അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് പരിശ്രമിച്ചു. അതൊന്നും വിജയിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഈവൻ വിജിലൻസ് കേസ് എടുത്തിട്ട് പോലും നമ്മൾ പുറകോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ പിന്നീട് മൂവാറ്റുപുഴയിലെ വികസന പദ്ധതികൾ അട്ടിമറിച്ച് കഴിവില്ലാത്തൊരു MLA ആണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത MLA ആണെന്ന് വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. അതിനെ അതിജീവിക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നു. കോടതിയും കേസും അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള നോട്ടീസുകളും കാര്യങ്ങളും ഒക്കെ അയച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് അതും നമുക്ക് പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു അംഗീകാരം ജനങ്ങൾക്കിടയിലുണ്ട്. ഇവർ ചെയ്ത രീതികളും ജനങ്ങളുടെ മുമ്പിലുണ്ട്. വികസനം മുടക്കാൻ നിന്ന ഒരു സർക്കാരും മന്ത്രിയും വകുപ്പുകളും ഒക്കെ ഉള്ളപ്പോൾ അതിനെ അതിജീവിച്ചാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഒന്നുകൂടി മാർക്ക് കൂടുകയില്ല. അപ്പോൾ ഇനി അധികം സമയം കളയുന്നില്ല. ഒരൊറ്റ ചോദ്യം കൂടെ. ഇന്ന് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ കൂടെ പഠിച്ച ഒരു സഖാവാണ്, അവൻ മുറിഞ്ഞ സഖാവാണ്, പിന്നെ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. അമ്മയും പിന്നെ അവനും ഒരുപാട് രോഗത്തിനടിമയാണ്, ഒരുപാട് രോഗമുണ്ട്. അപ്പോൾ എന്നോട് പറയും, എൻ്റെ ചികിത്സക്കൊന്നും പാർട്ടി എന്നെ സഹായിക്കാറില്ല, ഞങ്ങൾ KMCC-ക്കാരും ലീഗുകാരും ഒക്കെ, ഞങ്ങളവിടെ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രം ഒക്കെയാണ് എൻ്റെ ചികിത്സ സഹായിക്കുന്നത്. എനിക്കിനി കൈ നീട്ടി മടുത്തു ചികിത്സക്ക് വേണ്ടി. അപ്പോഴാണ് അവർ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രാർത്ഥന നാസറേ UDF അധികാരത്തിൽ വരും. ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് മാറ്റം വന്നു വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ 25 ലക്ഷം രൂപ ഇൻഷുറൻസ് കവറേജ്. ഞാനും അത് അനുഭവിക്കുന്ന ആളാണ്, അറിയാമല്ലോ. 1 ലക്ഷക്കണക്കിന് രൂപ ഒരു വർഷം ചികിത്സ കൊണ്ട് ചിലവഴിക്കുന്ന ആളാണ്. അപ്പോൾ അതെൻ്റെ ഒരു പ്രതീക്ഷയാണ്. എനിക്കിനി കൈ നീട്ടാതെ ഒരാളുടെ ഇതിലെൻ്റെ ചികിത്സക്ക് വേണ്ടി കൈ നീട്ടാതെ പിന്നെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ എന്നിട്ട് അതിനിടയ്ക്ക് ഒരു കുനിഷ്ട് പറഞ്ഞിട്ടോ, സാധാരണ ഞങ്ങൾ UDF-കാർ പ്രകടന പത്രികയിൽ പല കാര്യം പറയുന്നത് നടപ്പിലാക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് പറഞ്ഞത് ഞാനടക്കം അങ്ങേയറ്റം സ്നേഹിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വരണം. ഇത് ആരോട് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ആളെ പേര് പറയുന്നില്ല. എന്നോട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സൗഹൃദങ്ങളിലുള്ള ആളുകളും തീർച്ചയായും UDF വരാൻ, അത് വലിയൊരു വിപ്ലവമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് വേണ്ട രീതിയിൽ UDF-ൻ്റെ വേദികളിലോ അല്ലെങ്കിൽ ജനങ്ങളിലൊക്കെ എത്തിക്കാനോ UDF-ന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. അല്ല, അങ്ങ് പറഞ്ഞ പോലെ നമ്മുടെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടീസാണ്. അത് 5 ഗ്യാരണ്ടിയും അതിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും വലിയ അപ്രീസിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അനൗൺസ് ചെയ്ത ഗ്യാരണ്ടീസാണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്. ചിരഞ്ജീവി സ്കീം എന്ന പേരിലുള്ള പദ്ധതി 25 ലക്ഷം രൂപയുടെ ആളുകൾ. ഇന്ന് കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാനാണ്. ചികിത്സാ ചെലവ് ഭയങ്കരമായി വർദ്ധിച്ചു. ഒരു രോഗം വന്നാൽ ആ വ്യക്തി പോകുന്നു എന്ന കൂടുതൽ ആ കുടുംബം പോകുന്ന സ്ഥിതിയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണം. അത് ഏറ്റവും ഒരു പ്രയോറിറ്റിയുള്ള ഏരിയയാണ്. അപ്പോൾ അതിനെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നതിനെ ജനങ്ങൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരുപാട് പേര് അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒത്തിരി താല്പര്യമുണ്ട്. സ്വാഭാവികമായിട്ടും അതൊരു ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പക്ഷേ ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് ദിവസത്തെ നമ്മുടെ വീട് കയറിയുള്ള പ്രചരണത്തിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഗ്യാരണ്ടീസിനാണ്. അപ്പോൾ അതോടെ ആകുമ്പോഴത്തേനും വലിയൊരളവ് വരെ നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി നേരത്തെ കുറച്ചുകൂടി അഗ്രസീവായി ക്യാമ്പയിൻ ചെയ്യേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ അതിനങ്ങളുടെ അഭിപ്രായത്തിൽ യോജിക്കുന്നു. അല്ല, മറ്റുള്ളതിനൊക്കെ ഞാൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഡയൽ സെൻ്ററായ കൊണ്ടോട്ടി ശാബ്ദങ്ങൾ ഡയൽ സെൻ്റർ ഡയറക്ടർ കൂടിയാണ്. അവിടെ നമുക്കറിയാം ഓരോ ദിവസവും വരുന്ന രോഗിയുടെ ഞങ്ങൾ ഭക്ഷണം അടക്കം ഫ്രീ ആണ്. അവരുടെ ദൈന്യത നമ്മൾ നേരിൽ കാണുന്ന സർവീസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. പിന്നെ നമ്മുടെ ഒരു ഡയറക്ടർ ബാബു ഒക്കെ വളരെ ആത്മബന്ധമുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതൊരു വലിയ വിപ്ലവം തന്നെ ആയിരിക്കും. അതാണ് എൻ്റെ മുദ്രാവാക്യം കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചെയർമാനും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്കും അതൊരു അഴിമതിക്കെതിരെ പോരാടുന്നവരുടെയും ഒരു മുന്നണി പോരാളിയായി നിയമസഭയിൽ ഉണ്ടാവാനും കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷം ചെയ്ത എല്ലാത്തിനും കണക്ക് പറഞ്ഞ് ഉത്തരം പറയിപ്പിക്കാൻ പറ്റുന്ന ഒരു വകുപ്പും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി എന്തെങ്കിലും വോട്ടർമാരുടെ അവസാനമായിട്ട് പറയാനുണ്ടോ? ഞാൻ പറയുന്നത് 5 വർഷക്കാലം ഞാൻ MLA ആയി പ്രവർത്തിക്കാൻ അവസരം കിട്ടി. ഞാൻ ജനങ്ങൾക്ക് നൽകിയ വാക്കുപോലെ ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായിട്ടാണ് പ്രവർത്തിച്ചത്. എൻ്റെ 5 വർഷക്കാലത്തെ ജനപ്രതിനിധി എന്നതിലുള്ള പ്രവർത്തനം ആഴത്തിൽ വിലയിരുത്തി നിങ്ങൾ വിധി എഴുതണം, അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തണം.
ഞാൻ എന്നാൽ കഴിയുന്നത് പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസവും അഭിമാനവും എനിക്കുണ്ട്. ജനങ്ങൾക്ക് മുമ്പിൽ പക്ഷേ അത് സമർപ്പിക്കുകയാണ്. അത് വിലയിരുത്തി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി.